ഹായ് ഫ്രണ്ട്സ്, ഈ കോവിഡ് കാലത്ത് ഒരു യാത്ര പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എതിർപ്പുകൾ നമുക്ക് അവഗണിക്കേണ്ടി വരും. എന്തായിരുന്നാലും അങ്ങനെ ഒരു യാത്ര ഞാൻ മൂന്നാറിലേക്ക് നടത്തി. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് മൂന്നാറിലോട്ട് പോയി. സ്വന്തം വണ്ടിയിലല്ല പോയത്, KSRTC വണ്ടിയിൽ കയറിയും ഇറങ്ങിയും പിന്നെ ഓട്ടോ പിടിച്ച് അവിടെ നിന്ന് ടോപ്പ് സ്റ്റേഷൻ അങ്ങനെയുള്ള മൂന്നാറിലെ സ്ഥലങ്ങൾ മൊത്തം കറങ്ങിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. നമ്മെ വരവേറ്റത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു മൂന്നാറിൽ. അത് കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ ഇതേ കാണുന്നത് പോലെയുള്ള കോട മഞ്ഞ് ഇറങ്ങി നമ്മെ വരവേറ്റു. അങ്ങനെ ഒരു സുന്ദരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. നല്ല ആവശ്യത്തിന് തണുപ്പ്, 15 ഡിഗ്രി എന്തോ ആയിരുന്നു രാത്രിയത്തെ തണുപ്പ്. വളരെ കൂടുതലൊന്നുമല്ല, പക്ഷെ നവംബറിലെ സീസൺ ടൈമിൽ മൂന്നാറിലെ ഒരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമ്മെ വരവേറ്റത്. മൂന്നാറിലെ തേയിലപ്പാടങ്ങളെ മൂടിക്കൊണ്ടുള്ള മഞ്ഞിൻ്റെ കാഴ്ചയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ കാണുന്നതെല്ലാം മൂന്നാറിലെ ഇപ്പോഴത്തെ സീസൺ ടൈമിലും അടഞ്ഞു കിടക്കുന്ന ഷോറൂം, സജീവമായിട്ടില്ല, സജീവമായി കൊണ്ടിരിക്കുന്ന മൂന്നാറിലെ ഷോപ്പുകളും ഒക്കെയാണ്. ഇത് കുണ്ടള ഡാമിൻ്റെ ഭാഗങ്ങളാണ്. കുണ്ടള ഡാമിൻ്റെ മുന്നിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള ഷോപ്പുകളൊന്നും ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. ആ വിരലിലെണ്ണാവുന്ന ഷോപ്പുകൾ മാത്രമാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. സജീവമായിട്ട് ഇവ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ഷോപ്പുകളെ തുടങ്ങിയിട്ടുള്ളൂ. ഇത് കുണ്ടള ഡാമിൻ്റെ മേളത്തെ ഭാഗമാണ്. കുണ്ടള ഡാം ഒരു ഭംഗിയുള്ള ഒരു ദൃശ്യം തന്നെയാണ് സമ്മാനിക്കുന്നത്. കുണ്ടള ഡാമിൻ്റെ മേളിലൂടെ ക്രോസ് ചെയ്ത് അടുത്ത് നമ്മൾ ചെല്ലുന്നത് കുണ്ടള ഡാമിൻ്റെ ബോട്ടിംഗ് ഏരിയയിലോട്ടാണ്. ഈ ബോട്ടിംഗ് ഏരിയയിൽ ഇപ്പോൾ ബോട്ടുകളെല്ലാം അങ്ങനെ വെറുതെ കിടപ്പുണ്ട്. അപൂർവം 1-2 ബോട്ടുകളിൽ മാത്രം വിനോദസഞ്ചാരികൾ കയറുകയും അവരെ കൊണ്ട് കുണ്ടള ഡാമിലൂടെ ഉള്ള ബോട്ടിംഗ്, ജസ്റ്റ് ഈ പെഡൽ ബോട്ടാണെങ്കിൽ 300 രൂപയും അരമണിക്കൂറിന്, അല്ലാതെ ഷിക്കാര ബോട്ടുകൾക്ക് 350. അങ്ങനെയാണ് ഓരോ റേറ്റുകൾ ഇവിടെ ഉള്ളത്. ഇവിടെ വളരെ രസകരമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചാൽ ഈ പൈൻ മരങ്ങൾക്കിടയിലുള്ള കാഴ്ച, കുണ്ടള ഡാമിൻ്റെ കാഴ്ച വളരെ രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് പോയത് എക്കോ പോയിന്റിലോട്ടാണ്. എക്കോ പോയിന്റ് ഉറപ്പായിട്ടും നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്കോ, നമ്മൾ എന്ത് പറയുന്നു അതിൻ്റെ പ്രതിധ്വനി നമ്മളിലേക്ക് തന്നെ വന്നു ചേരുമ്പോൾ അതൊരു രസമുള്ള ഒരു അനുഭവമാണ്. അതായത് ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികൾക്കും ഒക്കെ ഒരു വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെയും നമുക്ക് ബോട്ടിംഗ് അവൈലബിൾ ആണ്. എക്കോ പോയിന്റിലും നമുക്ക് ബോട്ടിംഗ് അവൈലബിൾ ആണ്. ഇവിടെ പിന്നെ കുട്ടവഞ്ചി വരെയുള്ള ബോട്ടിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണ്. അവിടെ കുണ്ടള ഡാമിലും മാട്ടുപ്പെട്ടി ഡാമിലും പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട് എന്നിവയാണ് അവൈലബിൾ എങ്കിൽ ഇവിടെ നമുക്ക് കുട്ടവഞ്ചിയിലുള്ള ഒരു യാത്രയും ഫീൽ ചെയ്യാം. പിന്നെ അടുത്ത് നമുക്കൊരു ഭാഗ്യം ലഭിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാനകളെ മൂന്നാറിൽ കാണാൻ കഴിയും. ഇപ്പോൾ വാർത്തകളിൽ മൊത്തം കാണുന്നുണ്ട്. കാട്ടാനകൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് മൂന്നാറിലെ ടൗൺ വഴി കയറി ഇറങ്ങി പോയതാണ്. പക്ഷേ എന്തോ ഇപ്പോഴും അവർ ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറുന്നില്ല എന്നാണ് നമ്മളുടെ ഓട്ടോ ഡ്രൈവറായ ഭാഗ്യരാജൻ ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആനകൾ രാത്രിയാകുമ്പോൾ റോട്ടിലോട്ട് വന്ന് കിടക്കുന്ന, അതാണ് അവസ്ഥ. രാത്രി അല്ലാത്ത സമയങ്ങളിൽ അവ താഴെ നിന്ന് നിൽക്കും. അവരെ സഞ്ചാരികൾ